നമ്മളിപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക, കുമരകത്ത് നിന്ന് നമ്മുടെ ആലപ്പുഴയ്ക്ക് പോകുന്ന റൂട്ട് കുടവച്ചൂർ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ ചെറിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നേരത്തെ ഒരു വൺ വേ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ഇതാ ആ കാണുന്ന റോഡ് ക്ലോസ് ടു ടേക്ക് ഡൈവേർഷൻ എന്ന് കാണിക്കുന്നതിൻ്റെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വൺ വേ ബ്രിഡ്ജ് ആയിരുന്നു നേരത്തെ. അതെന്ന് വെച്ചാൽ ഒരു വണ്ടിക്ക് അറ്റ് എ ടൈമേ പോകാൻ പറ്റൂ. അതൊരു കാറായാലും ബസ്സായാലും. ഒരു കാറിൻ്റെ കൂടെ ഒരു ബൈക്കിന് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അത്രയ്ക്കും കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജായിരുന്നു. അപ്പോൾ അത് പൊളിച്ചിട്ട് അതിന് പകരം ഇവിടെ വേറൊരു കൺസ്ട്രക്ഷൻ നടത്താനായിട്ടാണ്, അല്ലെങ്കിൽ ബ്രിഡ്ജിന് പകരമായിട്ട് വെക്കാനായിട്ടാണ് ഇവിടെ ഇപ്പോൾ ഓൾട്ടർനേറ്റീവായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഒരു കുറഞ്ഞത് എന്താ പറയുക 1.5 കൊല്ലത്തോളമായിട്ടുണ്ട്. അതിന് മേളിലായെങ്കിലേ ഉള്ളൂ. 1.5 കൊല്ലത്തോളമായിട്ടും ഈ ഒരു പാലത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കൊന്നും നടക്കാത്തത് എന്നറിയില്ല. അല്ലെങ്കിൽ മിനിമം ഇവിടെ അറ്റ്ലീസ്റ്റ് ഒന്ന് ടാർ ചെയ്തെങ്കിലും ഇടേണ്ടതാണ്. ആ ഒരു മര്യാദയും കാണിക്കുന്നില്ല. നല്ല വലിയ മുട്ടക്കാട്ടം കുഴികളാണ് ഇവിടെ എല്ലായിടത്തും രൂപപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നികത്തുമായിരുന്നെങ്കിൽ ഇവിടുത്തെ ട്രാഫിക്ക് കുറച്ചുകൂടെ എന്താ പറയുക ഈസി ആയിരുന്നു. ഇതിപ്പോൾ ഇത്രയും കട്ടറുള്ളതുകൊണ്ടാണ് ഇവിടെ ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ട്രാഫിക് ആവുന്നത്. അപ്പോൾ ഇതൊന്ന് ക്ലിയർ ചെയ്താൽ തന്നെ ഇവിടുത്തെ ഏകദേശം നല്ല ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റൂട്ടിൽ എല്ലായിടത്തും കുഴികളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. വലിയ കുഴികളാണ് ഇതിനകത്ത്. എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ആക്ച്വലി ഒരു 2 മാസം മുമ്പ് ടാർ ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പോകുന്ന ഒരു ഇൻ്റർലോക്കിംഗ് ആണ്. ഈ ഇൻ്റർലോക്കിങ്ങിൻ്റെ കയറുന്നതും ഇറങ്ങുന്നതും കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല സെറ്റ് ചെയ്താണ്. പക്ഷേ പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോയി. അതെന്തുകൊണ്ടാണ് അറിയില്ല. ചിലപ്പം കോൺക്രീറ്റിൻ്റെ മിക്സിങ്ങിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ബട്ട് ഈ റോട്ടിലൊക്കെ ടാറിങ്ങൊക്കെ ഭയങ്കര മോശമാണ്. കയറ്റം ഇറക്കവും, അല്ലെങ്കിൽ റോട്ടിൽ ഫുള്ള് കട്ടറും കുഴിയും ചാടി പോകുന്ന ടൈപ്പ് റോഡ്. അപ്പോൾ നമ്മളിപ്പം ഒഫീഷ്യലി തണ്ണീർമുക്കം ബണ്ടിലേക്ക് ഇത് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പാലത്തിൻ്റെ അപ്രോച്ച് റോഡിലേക്ക് നമ്മൾ കയറി. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും ചെറിയൊരു റൈഡാണ്. നമ്മളിപ്പോൾ എന്താ പറയുക 1.5 ആഴ്ചയായി ഒരു റൈഡ് പോയിട്ട്. അപ്പോൾ ചെറിയൊരു റൈഡിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മളിപ്പോൾ നിൽക്കുന്നത്, നിങ്ങൾക്ക് സ്ഥലം കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മളിപ്പോൾ തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും നിങ്ങളുടെ മെയിനായിട്ടുള്ള ചോദ്യം. അപ്പോൾ നമ്മളിന്ന് ഒരു വെറൈറ്റി പിടിച്ചാലോ എന്നുള്ളൊരു റൈഡാണ്. അപ്പോൾ വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, നോർമലി നമ്മളെപ്പോഴും മല കയറുക അല്ലെങ്കിൽ അങ്ങനത്തെ റോഡ് വഴിയൊക്കെ വണ്ടി ഓടിക്കുക. അപ്പോൾ ഇന്ന് ചെറിയൊരു വെറൈറ്റി എന്താ പറയുക, ഒരു ബീച്ച് സൈഡ്, ഒരു കടൽപ്പാലം, അല്ലെങ്കിൽ കടൽപ്പാലം എന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, ഒരു കരിങ്കൽ പാലം, പിന്നെ കപ്പൽ, ബീച്ചിൽ വണ്ടി ഇറക്കാൻ പറ്റുക, അങ്ങനെ കുറച്ച് പരിപാടികളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റ്. അപ്പോൾ ബീച്ച് ഏതാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് പുറകാലെ പറയാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ തൈക്കൽ ബീച്ചിൻ്റെ റോഡിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് വരേണ്ട സ്ഥലം ഇതല്ല, കുറച്ചുകൂടെ എന്താ പറയുക, നമ്മളിപ്പോൾ വരുന്നത് സ്ട്രൈറ്റ് അല്ലേ, കുറച്ചുകൂടെ ലെഫ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്കും വേറെ ഇതുപോലെ തന്നെ ചെറിയൊരു വഴിയുണ്ട്. ആ വഴി കൂടെയാണ് നമുക്ക് പോകേണ്ടത്. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പോകുന്നിടത്തുനിന്ന് റൈറ്റിലേക്ക്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു വഴി കൂടെ പോയാൽ മാത്രമേ നമുക്ക് വണ്ടി ബീച്ചിൽ ഇറക്കാൻ പാകത്തിനുള്ള സെറ്റപ്പ് കിട്ടത്തുള്ളൂ. ഇവിടെ വണ്ടി ഇറക്കാൻ പറ്റില്ല എന്നല്ല, ഇവിടെ ഇറക്കാം, പക്ഷേ അവിടെ ഇറക്കി കഴിഞ്ഞാൽ തിരിച്ച് കയറ്റലൊക്കെ വലിയ റിസ്ക്കാണ്. കാരണം ഭയങ്കരമായിട്ട് താഴ്ന്നു പോകുന്ന ടൈപ്പ് മണ്ണാണ് അവിടെ. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്താണെങ്കിൽ അധികം മണ്ണ് താഴില്ല, വണ്ടി നമുക്ക് നൈസായിട്ട് കയറ്റാം, വണ്ടി നൈസായിട്ട് ഇറക്കാം, അങ്ങനത്തെ പരിപാടിയൊക്കെ ഒപ്പിക്കാം. ചേട്ടാ, തൈക്കൽ ബീച്ചിൽ പോവാൻ, തൈക്കൽ ബീച്ച് അതല്ലാതെ വേറെ വഴിയല്ലോ ഉണ്ടോ? ഇതുവഴി പോയാൽ എത്താൻ പറ്റുമോ? ആ, വണ്ടിയൊക്കെ ഇറക്കാൻ പറ്റുമോ?
ശരി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വഴി ഇതാണ്. ഇത് തന്നെയാണ്. കാരണം എനിക്ക് ഇങ്ങനെ ചെറിയൊരു ഇടവഴി കൂടെ കയറി പോകുന്നതായിട്ട് ഓർമ്മയുണ്ട്. പക്ഷേ ആ ഇടവഴിയുടെ എൻട്രൻസ് എങ്ങനെയായിരുന്നെന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ പുള്ളിയോട് ചോദിച്ചത്, ഇത് തന്നെയാണോ വഴി. തൈക്കൽ ബീച്ച്, ഹിയർ വി കം ആഫ്റ്റർ എ ലോങ് ടൈം. ഈ ഒരു കുരിശാണ് എനിക്ക് കാണേണ്ടിയിരുന്നത്. ഈ ഒരു കുരിശ് കണ്ടാലേ സമാധാനമുള്ളൂ ഒഫീഷ്യലി, എന്താ പറയുക. കാരണം ഈ ഒരു കുരിശ് കാണുമ്പോഴാണ് നേരത്തെ വന്ന ഒരു കുരിശുമായിട്ടാണല്ലോ എന്ന് ഓർമ്മ. പറ്റില്ല. അതാ ഇപ്പം തന്നെ കുഴിഞ്ഞ് പകുതിയോളം വണ്ടി താന്നു. അപ്പോൾ ഇവിടുന്നൊക്കെ ഇനി താന്നു കഴിഞ്ഞാൽ ഉരുണ്ട് പറഞ്ഞ് വീണ് കഴിഞ്ഞാലും അല്ലെങ്കിൽ നല്ലൊരു തിരയൊക്കെ വന്നു കഴിഞ്ഞാലും ഒക്കെ പ്രശ്നമാണ്. സെൻട്രൽ സ്റ്റാൻഡ് ഇരിക്കില്ല, സൈഡ് സ്റ്റാൻഡ് ഇട്ടാൽ ഇരിക്കില്ല. അപ്പോൾ ഗൈസ്, നമ്മളൊരു ബീച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബീച്ചിൽ വണ്ടി ഇറക്കി കഴിഞ്ഞാൽ എങ്ങനെ പാർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. വണ്ടി ആദ്യം നല്ല രീതിയിൽ ബേൺ ഔട്ട് അടിച്ച് പുറകെ ടയർ താത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഇട്ട് ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് വെച്ചാലും വണ്ടി അവിടെ ഇരുന്നോളും. അല്ലാതെ നമ്മൾ സ്റ്റാൻഡ് മാത്രം ഇട്ട് വെച്ചാൽ ഒരു കാരണവശാലും വണ്ടി അവിടെ ഇട്ടേക്കുന്നു. ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ചെരുപ്പില്ലാണ്ട് നിൽക്കുന്നു.
അപ്പോൾ എനിക്ക് ആ ചെരുപ്പ് കണ്ടപ്പോഴത്തേക്കും കടലിലേക്ക് നമ്മൾ പണ്ട് ചെല്ലുമ്പോഴത്തേക്ക് കുപ്പി അതുപോലെ തന്നെ കയ്യിൽ കിട്ടുന്ന പ്ലാസ്റ്റിക്കുകൾ അങ്ങനെയൊക്കെ എറിയും, കടലത് തിരിച്ച് നമുക്ക് തൊണ്ടത്തരും. അപ്പോൾ ഞാൻ അന്ന് അതുപോലെ ആ ചെരുപ്പെടുത്ത് ഒറ്റ എറിഞ്ഞു. ആദ്യത്തെ തവണ എറിഞ്ഞു, നല്ല വീശിയാണ് എറിഞ്ഞത്. അത് കടൽ എനിക്ക് തിരിച്ചു കൊണ്ട് തന്നു. അത് കണ്ടിട്ട് എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ ഒന്നുകൂടെ എടുത്തെറിഞ്ഞു. ഒന്നുകൂടെ എടുത്തെറിഞ്ഞപ്പോഴത്തേക്ക് ചെറിയൊരു പ്രശ്നം പറ്റി. എറിഞ്ഞു നല്ല നീണ്ടങ്ങ് പോയി. അതുമല്ല തിര കയറി വന്ന് ആ ഒരു കൂടെയാണ് ഞാൻ എറിഞ്ഞത്. അപ്പോൾ താഴോട്ട് ഇറങ്ങിപ്പോയി. കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു, ആ ഒരു ചെരുപ്പ് വന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നോക്കി ആ ചെരുപ്പ് വരുമെന്നൊക്കെ നോക്കി നിന്നു, വന്നില്ല. എന്നിട്ട് ഞങ്ങൾ കുറച്ചുകൂടി അപ്പുറത്തോട്ട് മാറി നിന്ന് നോക്കി. കാരണം ഇങ്ങനെ തിര വന്ന് അപ്പുറത്തെ സൈഡിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞങ്ങളോട് രണ്ടുപേർ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടൊക്കെ മാറി നിന്ന് നോക്കി, എന്നിട്ടും ആ ഒരു ചെരുപ്പ് ഇതുവരെ വന്നില്ല. അങ്ങനെ ഇവിടുന്ന് ചെരുപ്പില്ലാണ്ട് പോകേണ്ട ഒരു കഥ ഞങ്ങളുടെ മച്ചാത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ചെരുപ്പ് കൊടുത്ത് അങ്ങനെ ഞാൻ ചെരുപ്പില്ലാണ്ട് പോകേണ്ട അവസ്ഥയാണ് അന്ന് ഉണ്ടായത്. അപ്പോൾ തൈക്കൽ ബീച്ചിൽ വരുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും അധികം ഓർമ്മ വരുന്ന ആ ഒരു മൊമെൻ്റാണ്. ആക്ച്വലി പറയുമ്പോൾ ഭയങ്കര ചെരുപ്പില്ലാണ്ട് നടന്നു, പാലത്തിൽ കൂടെ ഒക്കെ നടന്നു, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. പക്ഷേ ഓർക്കുമ്പോഴത്തേക്കും ഭയങ്കര വലിയൊരു മൊമെൻ്റായിരുന്നു. അത് നല്ല രസമുള്ളൊരു മൊമെൻ്റായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് ആ ഒരു കരിങ്കൽ പാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു കരിങ്കൽ പാലത്തിന് ശരിക്കുള്ള പർപ്പസ്, എനിക്ക് തോന്നുന്ന പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പണ്ടത്തെ കാലത്ത് ചരക്ക് കപ്പലൊക്കെ അടുപ്പിക്കാനായിട്ട് ഒരുപാട് ബീച്ചിലേക്ക് അടുപ്പിക്കാൻ പറ്റില്ല. കാരണം ബീച്ചിലേക്ക് അടുക്കും തോറും നിലം കയറി വന്ന് വെള്ളത്തിന് താഴ്ച കുറവാണ്. അപ്പോൾ കപ്പൽ ഒത്തിരി അടുപ്പിക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കരിങ്കൽ പാലം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ എനിക്ക് ഉള്ളൊരു ഐഡിയ. അപ്പോൾ അതല്ലാണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്തിനാണ് കടൽപ്പാലം നിർമ്മിച്ചതെന്നുള്ളത് ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ആ കമൻറ്റ് പിൻ ചെയ്യുന്നതായിരിക്കും. കാരണം അതൊക്കെ ഒരു പുതിയ ഇൻഫോർമേഷനാണ്, ഈ വീഡിയോ കാണുന്നവർക്കൊരു ഇൻഫോർമേഷൻ ആയിരിക്കും. പിന്നെ ഈ ഒരു പോയിന്റിൽ നല്ല നമുക്ക് അങ്ങോട്ടും വണ്ടി കൊണ്ടുപോകാം. പക്ഷേ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വെള്ളം നല്ലവണ്ണം രണ്ട് സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പുകളായിട്ട് കോൺടാക്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തുരുമ്പടിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് മുമ്പോട്ട് കൊണ്ടാതെ ഇവിടെ വെച്ച് വണ്ടി